നീതി തേടിയുള്ള സമരവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന് ഹർഷീന ആരോപിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഹർഷീന ഏകദിന സത്യഗ്രഹം നടത്തി. തുടർച്ചയായ നീതി നിഷേധത്തിനെതിരെ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലാണ് ഹർഷീന. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി 5 വർഷത്തോളം ദുരിതമനുഭവിച്ച ഹർഷീനയ്ക്ക് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും നഷ്ടപരിഹാരം നൽകുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 4.5 വർഷം കഴിഞ്ഞിട്ടും നീതി ലഭിച്ചില്ലെന്ന് ഹർഷീന ആരോപിക്കുന്നു. ആരോഗ്യമന്ത്രി സമരപ്പന്തലിലെത്തി തന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ നൽകുകയും ചെയ്തതല്ലാതെ പ്രായോഗികമായി ഒന്നും ചെയ്തില്ലെന്ന് ഹർഷീന പറഞ്ഞു. 24 മണിക്കൂറും ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞത് പാഴ്വാക്കായി മാറി. എന്നും ഹർഷീനന്റെ കൂടെയുണ്ട് എന്നുള്ള വാക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടായ സഹായം. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത സമരത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം വന്നത്. ശാരീരിക അവശതകൾക്കൊപ്പം നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഹർഷീന. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ 1 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ചികിത്സ നടത്തിയത്. ആ പണവും ഇപ്പോൾ തീർന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടന്ന ഏകദിന സത്യാഗ്രഹം രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. ഹർഷീനയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.